ക്ലൈമാക്സ് പറഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ ഒരു രസവും കാണില്ലെന്ന് നീ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതോടുകൂടി ആ സിനിമ അവസാനിച്ചു. ഫൈനൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഗംഭീരവുമായിരുന്നു. പക്ഷേ ആ ക്ലൈമാക്സിൽ എത്തിയതിന്റെ കാരണം അതിപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കുമല്ലേ? അവസാന നിമിഷം വരെയും വെല്ലുവിളി ഉയർത്തി നിന്ന CK ചന്ദ്രബോസ് രജിസ്ട്രാറിന് മുന്നിലെത്തിയപ്പോൾ എന്തുകൊണ്ട് ആ ഭൂമി വേണ്ടാന്ന് പറഞ്ഞത്? നീ അത് വാങ്ങുന്നതിൽ ഒരു എതിർപ്പും ഇല്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? അത് പറ. ഇതിനിടയില് CKC നീ എന്തോ പറഞ്ഞു വിരട്ടി എന്നുള്ള കാര്യം ഉറപ്പാ. പറ, എന്താ പറഞ്ഞത്? പറ. ഞാനൊന്നും പറഞ്ഞില്ല ഗൗതം. എന്തിനാ ഗൗതം ഇപ്പൊ കാർ നിർത്തി ഇറങ്ങിയത്? നടന്ന സംഭവം എന്താണെന്ന് പറയാതെ ഇവിടുന്ന് കാർ എടുക്കുന്ന പ്രശ്നമേ ഇല്ല. അവിചാരിതമായി അവസാനം CKC വാക്കും മാറ്റി പറഞ്ഞു എന്ന നിന്റെ വാദം ആവർത്തിക്കണ്ട. കാരണം ഞാനും അമ്മയും പ്രണവും ഒക്കെ ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെടുമെന്ന് ആലോചിച്ച് ടെൻഷൻ ആകുമ്പോഴൊക്കെ നീ അതിൽ ടെൻഷൻ ആയതേയില്ല. നീ CKCയെ തനിച്ചു മാറ്റി നിർത്തി എന്തോ പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം. അതിനുശേഷമാണ് CKC പ്രോപ്പർട്ടി വേണ്ട എന്ന് തീരുമാനിച്ചത്, അല്ലേ? ഒരു കാര്യം ഉറപ്പാ, CKCയുടെ ഏതോ ഒരു വലിയ രഹസ്യം നിനക്കറിയാം. ആ രഹസ്യം വെച്ചാണ് നീ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുന്നത്. പറ, എന്താ അത്? എനിക്കത് അറിഞ്ഞേ മതിയാവും. ആ രഹസ്യം എന്താണെന്ന് എനിക്ക് ഗൗതമിനോട് പറയാൻ പറ്റില്ലല്ലോ ദൈവമേ. നീ എങ്ങോട്ടേക്ക് നടന്നു പോകുന്നേ? അവിടെ നിൽക്കേ. ആ സത്യം എന്തായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറ നിധി, എന്താ നീ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? എന്താ? എന്തിനാ നീ ചിരിക്കുന്നേ? ഒരു ലാസ്റ്റ് ചാൻസ് ഞാൻ ഗൗതമിന് തരാം. എന്തിന്? CKCയെ ഞാൻ മാറ്റി നിർത്തി സംസാരിച്ചു എന്നുള്ളതും അയാളെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് പേടിപ്പിച്ചു എന്നുള്ളതും സത്യം തന്നെയാ. പക്ഷേ ഞാൻ അയാളോട് പറഞ്ഞത് ഗൗതമിന് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. ആലോചിക്ക്, ഇത്രയും ദിവസമായിട്ടും ഗൗതമിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരാത്ത CKCയെ കൊടുക്കാൻ പറ്റിയ ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതെന്താണെന്ന് ഇപ്പൊ പോലും ഗൗതമിന് ഓർമ്മ വരുന്നില്ല. CKCയെ കൊടുക്കാൻ പറ്റിയ ആയുധം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. മനഃപൂർവ്വം തന്നെയാ ഞാനത് ഗൗതമിനോട് പറയാതിരുന്നത്. ഗൗതം അത് ഓർമ്മിച്ചെടുക്കുമെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. നീ കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഒരു ചാൻസ് കൂടി തരാം. ഗൗതം ഓർത്തെടുക്കുന്നോ അതോ ഞാൻ തന്നെ പറയണോ? അങ്ങനെയൊന്നും എന്റെ ഓർമ്മയിൽ പോലും വരുന്നില്ല. നീ പറ, എന്താ അത്? നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് CKCയുടെ കയ്യിൽ നിന്നും കുറെ കള്ളപ്പണവും അതിന്റെ രേഖകളും പിടിച്ചെടുത്തത് ഓർമ്മിക്കുന്നുണ്ടോ? അത് ഓർമ്മയുണ്ട്. ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമല്ലേ ഗൗതം? CKCയുടെ എല്ലാ രേഖകളും, സർവ്വ കള്ള ഇടപാടുകളും തെളിയിക്കുന്ന രേഖകൾ നമ്മുടെ കയ്യിലുണ്ടെന്നും അത് ഇൻകം ടാക്സിനും എൻഫോഴ്സ്മെന്റിനും ഒക്കെ കൊടുക്കുമെന്നും പറഞ്ഞ ഞാൻ CKCയെ ബ്ലാക്ക്മെയിൽ ചെയ്തത് ഗൗതം. ഇത് വിശ്വസിക്കാനേ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും സിമ്പിളായ ഒരു കാര്യം ഉപയോഗിച്ചാണോ നീ അയാളെ വീഴ്ത്തിയത്? അവിടെയാ ഗൗതമിന് തെറ്റുപറ്റിയത്. CKCയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത എവിഡൻസുകൾ സിമ്പിളായിട്ട് കണ്ടു.
ഗൗതമിനത് നിസ്സാരമായിരിക്കാം. പക്ഷേ CKCയുടെ ജീവിതം തകർക്കാനുള്ള ശക്തി അതിനുണ്ടെന്ന് CKCക്ക് അറിയാം. എങ്കിൽ പിന്നെ ആദ്യമേ തന്നെ നിനക്ക് തുറന്നു പറയായിരുന്നില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഗൗതം അത് ഓർത്തെടുക്കുമെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. നാണക്കേടാണ് ഗൗതം. ഇത്രയും വലിയൊരു ആയുധം കയ്യിലുണ്ടായിരുന്നിട്ടും ഞാനിപ്പോ വെല്ലുവിളിച്ചിട്ട് പോലും ഗൗതമിനത് ഓർമ്മ വന്നില്ലല്ലോ. ശരിയാണ്. പക്ഷെ നിനക്കത് നേരത്തെ എന്നോട് പറയായിരുന്നു. ഞാൻ അവസാന നിമിഷം വരെ വെറുതെ ടെൻഷൻ അടിച്ചു. ഇത്രയും വലിയ ബിസിനസ്മാനെ ഇങ്ങനൊരു മറവി പാടില്ല. അതിന് തന്ന ഒരു പണിഷ്മെന്റ് ആണിത്. എന്തായാലും ആ പ്രോപ്പർട്ടി നിന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമല്ലോ. അമ്മ അവിടെ കാത്തിരിക്കായിരിക്കും. വാ കേറ് പോ. സോറി ഗൗതം, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ രഹസ്യം എന്താണെന്ന് എനിക്ക് തൽക്കാലം പറയാൻ നിവർത്തിയില്ല. എന്നോട് ക്ഷമിക്കുക ഗൗതം. ശ്രീ രാമജയം. ഓം 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 ശ്രീ ഭഗവാനെ. വാ. നിങ്ങളുടെ കാറിന്റെ ശബ്ദം കേട്ട ഉടനെ ഓടി വരികയായിരുന്നു ഞാൻ. എന്തായി? കാര്യങ്ങളൊന്നും വിളിച്ചു പോലും പറഞ്ഞില്ല. ഇവളുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയോടാ? ആരെങ്കിലും പാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. മനുഷ്യനെ വെറുതെ ടെൻഷൻ ആക്കാതെ. എന്തിനാ ടെൻഷൻ ആവുന്നേ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ആ വീടും പുരയിടവും നിധിയുടെ പേരിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. സത്യമാണേ പറഞ്ഞത്. എന്നെ പറ്റിക്കൊന്നും അല്ലല്ലോ.